ഹായ് സുഹൃത്തുക്കളെ, ഐഡിയ കേറ്ററിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കല്യാണപ്പുരയിലാണുള്ളത്. ഒരു അലീസയാണ് ഉണ്ടാക്കുന്നത്, വടകരക്കാരുടെ അലീസ. അലീസ എന്ന് വെച്ചാൽ 5 കിലോ ഉള്ളി അരിഞ്ഞത് ചേർത്ത്, അടുത്തത് കറുപ്പ കറാമ്പാണ്. ഏലക്കായ് അധികം ഇടേണ്ട ആവശ്യമില്ല. ഏലക്കായ് ഇട്ട് കഴിഞ്ഞാൽ അലീസൻ്റെ ചൊയ മാറാൻ സാധ്യതയുണ്ട്. 2 കിലോ ഡാൽഡ. നമ്മളെ ജോസേട്ടൻ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് വേണ്ടിയ ചിക്കനിടും. വലിയൊരു കല്യാണ വീടാണ്, പല ഭക്ഷണങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ അലീസയാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഒരു 4 ഫുൾ കോഴി എന്ന് പറയുമ്പോൾ 6 കിലോനോളം ഉണ്ടാവും. അതുകൂടിയും കൊടുത്ത് അതിന് ശേഷം വെള്ളം ഒന്ന് ചൂടായി പതച്ചതിന് ശേഷം ആണ് ഗോതമ്പിടുക. ഗോതമ്പിടുകയാണ്. ഒരു 6-7 മണിക്കൂർ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് ഗോതമ്പ് ഇടുന്നത്. ഗോതമ്പ് കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് അലീസയാവാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഒരുപാട് സമയം കത്തിക്കണം. വിറകാണ് കത്തിക്കുന്നത്. ഒരുപാട് ശ്രദ്ധിക്കണം. അലീസ ഒന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഇളക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചെമ്പിൻ്റെ അടിയിലേക്ക് പോകും. പിന്നെ കഴിക്കാൻ കൊടുക്കാൻ പറ്റില്ല. ജനങ്ങൾ എന്താക്കും, പുറം പാളീസാക്കുകയും ചെയ്യും. ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് പിന്നെ ഒന്ന് ഇടക്കിടക്ക് ഇളക്കണം. ഏകദേശം അലീസ ആവാനായി. ഏറ്റവും നല്ലത് തേങ്ങയുടെ പാല് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. അല്ലാത്തവർക്ക് എന്താക്കുക, മിൽക്ക് മേഡോ പാൽപ്പൊടിയോ കലക്കിയിട്ട് കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടി പലതും ചെയ്യാം. പലതും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പാല് തന്നെയാണ് മെയിനായിട്ട്. ഏകദേശം അലീസ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താക്കുക, ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോ എന്താക്കുക, വിജയിപ്പിച്ചെടുക്കുക. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഐഡിയ കാറ്ററിങ്ങിൻ്റെ എല്ലാവിധ ആശംസകളും. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.